നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. വെള്ളക്കെട്ടിൽ കുടുങ്ങി പുറത്തിറങ്ങാനാകാതെ നാട്ടികയിൽ 30ഓളം വീട്ടുകാർ ദുരിതത്തിൽ. അന്തിക്കാട് പുത്തൻ കോവിലകം റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. തളിക്കുളത്ത് കേബിൾ ശൃംഖലയുടെ ജംഗ്ഷൻ ബോക്സ് സാമൂഹ്യ വിരുദ്ധർ തല്ലി തകർത്തു. വാർത്തകൾ വിശദമായി. മഴക്കാലം തുടങ്ങിയതു മുതൽ പുറത്തിറങ്ങാനാകാതെ ദുരിതത്തിലാണ് നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിന് സമീപമുള്ള 30ഓളം വീട്ടുകാർ. പരിഹാരം കാണാതെ അധികൃതർ കണ്ണടയ്ക്കുന്നു. ഒരു മാസത്തിലേറെയായി നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിന് സമീപമുള്ള വീട്ടുകാരുടെ ദുരിത ജീവിതം തുടങ്ങിയിട്ട്. മഴക്കാലം തുടങ്ങിയപ്പോൾ തൊട്ട് വെള്ളക്കെട്ടിലായി പുറത്തിറങ്ങാൻ പറ്റാതെ 30ഓളം വീട്ടുകാരാണ് ദുരിത ജീവിതം നയിക്കുന്നത്. നാട്ടിക സെന്ററിന് കിഴക്ക് ഭാഗം തൊട്ട് SN ട്രസ്റ്റ് സ്കൂൾ TSTA സ്റ്റേഡിയം വരെയുള്ള ഭാഗത്തുള്ള വീട്ടുകാരാണ് ഇതിൽപ്പെടുന്നത്. ദേശീയപാത നിർമ്മാണം മൂലം ഈ ഭാഗത്തുള്ള അങ്ങാടിത്തോട് അടഞ്ഞുപോയതും വെള്ളം ഒഴുകി പോവാൻ ഇടമില്ലാത്തതുമാണ് ഇത്രയ്ക്കും വെള്ളക്കെട്ട് രൂക്ഷമായതെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ജീവിക്കാനൊന്നും പറ്റണില്ല. ബാത്റൂമിൽ നിന്നൊക്കെ വെള്ളം പൊങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ തോട് കയറി അത് ഒരു കൂട്ടർ വന്ന് മൂട്ടി പിന്നെ കയറി അതിൽ വെള്ളം പോകണില്ല. ശരിക്കും ഒരു മാസമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മുടെ TSTA തുടങ്ങി JK തിയേറ്റർ വരെയുള്ള ഏകദേശം 2 കിലോമീറ്റർ പ്രദേശത്ത് ഒരു 50ഓളം വീടുകൾ, അപ്പുറത്തുള്ള 50ഓളം വീടുകൾ എഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമാണ് ഇത്. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ രീതിയിൽ വെള്ളം പോകാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാതെ, അവിടെ പ്രാദേശിക സർക്കാരുകളോട് ചർച്ച ചെയ്യാതെയും അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയും അവരുടെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണ്. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, സമാനമായിട്ട് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് മാറിയിരിക്കും. ഇപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട വാർഡ് മെമ്പർ, പഞ്ചായത്ത്, അതുപോലെയുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് മാറി നിൽക്കണം. ഇവിടെ ഈ എന്ത് തോടണം, അങ്ങാടിത്തോട് മുമ്പ് വളരെ വെള്ളം നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. അതിപ്പോൾ തകർന്നിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ എവിടെയും തുറന്നു വയ്ക്കും, അത് കഴിഞ്ഞാൽ മാറും. ഇപ്പം മഴ ശരിക്കും തുടങ്ങിയിട്ടില്ല. ഇനി മഴ തുടങ്ങിയാൽ ഇതിന് രൂക്ഷമായിരിക്കും. നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിൽ നിന്നും ദേശീയപാതയിലേക്ക് പോകുന്ന റോഡിൽ പുഴ പോലെ വെള്ളം ഒഴുകുകയാണ്. ഇതിലെയുള്ള ഗതാഗതം നിലച്ചിട്ട് ഒരു മാസത്തോളമായി. നിരവധി വാഹനയാത്രക്കാരാണ് വെള്ളത്തിന്റെ ആഴം മനസ്സിലാകാതെ ഇതിൽ പെട്ടുപോകുന്നത്. ഇരുചക്രവാഹനങ്ങൾ തകരാറിലാകുന്നതും ആളുകൾ വീഴുന്നതും പതിവ് കാഴ്ചയാണ്. ഈ ഭാഗത്ത് ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും ഇല്ലാത്തത് ആളപായത്തിന് പോലും കാരണമാകും. ഈ ഭാഗത്തുള്ള 30ഓളം വീടുകളിലെ 100ഓളം മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം തുടർച്ചയായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞ മലിനജലം പുറത്തേക്കൊഴുകി വീടിന് പുറത്ത് കെട്ടിക്കിടക്കുന്ന നിലയിലുമാണ്. വെള്ളം കയറി പ്രദേശത്തെ കെട്ടിടങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്ത് താമസിക്കുന്ന കിടപ്പ് രോഗികളും വൃദ്ധജനങ്ങളും ദുരിതക്കയത്തിലാണ്. നാട്ടുകാരുടെ ഈ ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. എൻ്റെ വീട്ടിലും പരിസരത്തും നിറയെ വെള്ളമാണ്. ഏകദേശം ഒരു 1.5 മാസമായിട്ട് വെള്ളത്തിൽ നിൽക്കുകയാണ് ഞങ്ങൾ. വീട്ടിൽ കയറാനോ എന്തെങ്കിലും ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ അതിന് പെർമനൻ്റായിട്ട് എന്തെങ്കിലും നമ്മുടെ പഞ്ചായത്തോ അധികാരികളോ ചെയ്തു തരുന്നില്ല. അപ്പോൾ എൻ്റെ ആവശ്യം ഇത് ഈ വെള്ളം പോകാനുള്ള ഒരു സൗകര്യം ചെയ്ത് ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളതാണ്. പകർച്ചവ്യാധികൾ ഇതൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വെള്ളക്കെട്ടിൽ ഇങ്ങനെ കൂടുതൽ നാൾ നിൽക്കുക, വെള്ളം കൂടുതൽ നാൾ കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ദുരിതമാണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൈവേ അതോറിറ്റിയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന യൂഷ്വലായിട്ടുണ്ടായിരുന്ന തോടുകളൊക്കെ മൂടിപ്പോവുകയും പുതിയ വെള്ളം വരുമ്പോൾ പുതിയൊരു സംവിധാനത്തിൽ കൂടെ അതിനെ ഒഴിവാക്കാനായിട്ടുള്ളൊരു ബദൽ സംവിധാനം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അനുഭവം. പരിഹാരം കാണാത്ത പക്ഷം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് നാട്ടുകാരായ പൊന്നാഞ്ചേരി ബാബുരാജ്, KK പുഷ്കരൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ AK തിലകൻ, IP മുരളി എന്നിവർ.
അന്തിക്കാട് സ്കൂളുകൾക്ക് സമീപത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടും പുത്തൻകോവിലും കടവ് റോഡിലെ കുണ്ടും കുഴിയും വെള്ളക്കെട്ടും ഒഴിവാക്കാൻ അടിയന്തരമായി പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടും പ്രദേശവാസികൾ അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രദേശത്തെ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളുമാണ് സമരത്തിൽ പങ്കാളികളായത്. പുത്തൻകോവിലകം കടവ് കൂട്ടായ്മ രക്ഷാധികാരി ബബിത സുധി ഉദ്ഘാടനം ചെയ്തു. സുമയ്യ അന്തിക്കാട് അധ്യക്ഷയായി. വാക്കര സുഹറ, ഫൈഹവാസ്, ശാന്തിനി മനോജ്, സഫന അബു, ശ്രീജ അജിത്, ഷെഫീല ജഷീർ എന്നിവർ സംസാരിച്ചു. സമരത്തിനു ശേഷം ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നൽകി. കഴിഞ്ഞ ദിവസം സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന സഹോദരങ്ങളായ 2 വിദ്യാർത്ഥികൾ വെള്ളക്കെട്ടിൽ വീണ് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രദേശവാസികൾ സംഘടിച്ച് കൂട്ടായ്മയ്ക്ക് രൂപം നൽകി സമരത്തിനിറങ്ങിയത്. ഈ കുഞ്ഞിയെ കുട്ടികൾ ഈ സൈക്കിളുമ്മലും കഴിവില്ലാത്തവരുണ്ട്, കഴിവുള്ളവരുണ്ട്, സാമ്പത്തികമുള്ളവരൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള കുട്ടികൾ സൈക്കിളുമ്മ പോകുമ്പോൾ വീഴലും പൊട്ടലും ഓരോ സംഭവങ്ങളാണ്. ഇത് ഇവർ ശരിയാക്കി തന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഈ പഠിക്ക് വന്ന് ഇനിയും നമ്മൾ നിൽക്കും. ദിവസേന വന്ന് നിൽക്കാൻ പറ്റുന്ന ഇവർ നിൽക്കും. അപ്പം അതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഇവർ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് മന്ത്രിമാര് MLA ആരെയൊക്കെ കണ്ടിട്ട് ഈ മെമ്പറൊക്കെ കണ്ട് ഇതിന് പരിഹാരം കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഈ കുഞ്ഞെ കുട്ടികളായിട്ട് നമ്മൾ ഇവിടെ വന്ന് നിൽക്കും. ഇനി വെള്ളം പൊന്തും. ആ സമയത്ത് വന്നിട്ട് കളക്ടറെ കൊണ്ടുവരും. പിന്നെ അപ്പോൾ തന്നെ ഒന്ന് എവിടെയെങ്കിലും കുളിക്കും. അതോടുകൂടി വെള്ളം ഒഴുകണമൊന്നുമില്ല. അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ വെള്ളം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയറിയിട്ട് പൊട്ടിച്ച് എന്നുള്ള പേരുണ്ടാക്കുക എന്ന് മാത്രമുള്ളൂ അവർക്ക്. അല്ലാതെ ആ വെള്ളം ഒഴുകുന്നുണ്ടോ, അതെവിടെ പോയി എൻഡ് ചെയ്യണോ, അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ പൊട്ടിച്ചു എന്നുള്ള ഒരു ഇത് മാത്രമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പാർട്ടിയെയോ ഒന്നുമല്ല പറയണത്. എല്ലാവരും കൂടി സംഘടിച്ച് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന ദുരിതത്തിനെതിരെ അതിനൊരു പരിഹാരം കാണണം. പക്ഷേ ഇത്ര കൊല്ലമായിട്ടും ഒരു പരിഹാരം ഇതിനെ കാണാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ മക്കള് ഒന്നുകിൽ റോഡ് മണ്ണിട്ട് ഉയർത്തി അതിനുള്ള ശാശ്വതമായ പരിഹാരം കണ്ട് ഒരു കാല നിർമ്മിച്ച് ഇപ്പോൾ അതിനുള്ള പരിഹാരം കാണുക തന്നെ വേണം. ഇലക്ഷൻ സമയത്ത് നമ്മളെ മുന്നിലേക്ക് വോട്ട് ചോദിച്ച് മാത്രം വന്നാൽ പോരാ. 5 വർഷം കൂടുമ്പോൾ ജനങ്ങളുടെ പരാതികളും ജനങ്ങളുടെ പ്രശ്നങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണേണ്ടത് നമ്മുടെ മെമ്പറും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ആണ്. തളിക്കുളത്ത് കേബിൾ TV ശൃംഖലയുടെ മെയിൻ ബോക്സ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. തളിക്കുളം ഹാഷ്മി നഗറിലെ ബോധി മാജിക് വിഷന്റെ പ്രധാന ജംഗ്ഷൻ ബോക്സാണ് തകർത്തത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിക്ക് ശേഷം വെള്ള സ്കൂട്ടറിൽ ഒരാൾ വന്ന് നേതാജി നഗറിലെ ബോക്സ് തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ സഹിതം ബോധി മാജിക് വിഷൻ ഉടമ പോലീസിൽ പരാതി നൽകി. മണലൂരിൽ വീടിന് സമീപത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. മണലൂർ പുത്തൻകുളം പുളിക്കൻ മില്ലിന് സമീപം തിണ്ടാറ്റ് കളിയാടൻ രാമുവിന്റെ മകൾ അജിതയുടെ വീടിനോട് ചേർന്ന മണലൂർ താഴം പാടശേഖരത്തിന്റെ ആണിച്ചാലിൽ കുരുത്തിയിൽപ്പെട്ട നിലയിലാണ് പാമ്പ് കാണപ്പെട്ടത്. മീൻ പിടിക്കാൻ വെച്ച കുരുത്തിയിൽ അകപ്പെട്ട മലമ്പാമ്പിനെ നാട്ടുകാർ എത്തി പിടികൂടുകയായിരുന്നു. 7 അടി നീളവും അതിനൊത്ത തൂക്കവുമുണ്ട്. വാർഡ് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ സ്ഥലത്തെത്തി വനം വകുപ്പിന് വിവരമറിയിച്ച് പാമ്പിനെ അധികൃതർക്ക് കൈമാറി. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വിച്ഛേദിച്ച വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ യാചനാ സമരം നടത്തി. 9ാം വാർഡ് ആരോഗ്യ ഉപകേന്ദ്രത്തിൽ ദിവസങ്ങളായി വിച്ഛേദിച്ചു കിടക്കുന്ന വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിനാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ യാചിച്ചത്. എല്ലാ ദിവസവും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള ക്ലിനിക്കുകൾ നടക്കുന്നതും വിവിധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടക്കുന്നതുമായ നമ്പിക്കടവിലെ കൈതക്കൽ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ വൈദ്യുതിയാണ് ബിൽ തുക കുടിശ്ശികയായതിനാൽ KSCB വിച്ഛേദിച്ചത്. 100 കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന വാട്ടർ കിയോസ്കും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ചിലവുകൾക്കുള്ള പണം വകയിരുത്തിയിട്ടുള്ളതാണ്. എന്നിട്ടും തളിക്കുളം മെഡിക്കൽ ഓഫീസറുടെ പേരിലുള്ള ബില്ല് അടക്കാഞ്ഞത് സാധാരണക്കാരെ വെല്ലുവിളിക്കുന്നതും സ്ത്രീകളോടും കുട്ടികളോടും ഗർഭിണികളോടുമുള്ള അവഗണനയുമാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ
AM മെഹബൂബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഭിന്നി അറക്കൽ, സുമന ജോഷി, ഷാജി ദേവ് ആലുങ്ങൽ, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ എന്നിവർ യാചനാ സമരം നടത്തിയത്. യാചനാ സമരത്തിൽ സ്വരൂപിച്ച പണം കൊണ്ട് കുടിശ്ശികയുള്ള വൈദ്യുതി ബിൽ അടയ്ക്കുകയും ചെയ്തു. ഇത്രയും ദിവസം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയ ആരോഗ്യ വിഭാഗത്തിലെ ബന്ധപ്പെട്ടവർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കുന്നതിനായി വകുപ്പ് മന്ത്രിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്നും ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അറിയിച്ചു. ഈ യാചനാ സമരത്തിൽ തളിക്കുളത്തെ വിവിധ മേഖലകളിൽ നിന്നും ബക്കറ്റിലും പിച്ചച്ചട്ടിയിലും സ്വരൂപിക്കുന്ന പണം KSEBയിൽ കൊണ്ടുവന്നടച്ച് ആ ഉപകേന്ദ്രത്തിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് സാധാരണക്കാരുടെയും ഗർഭിണികളോടും കുട്ടികളോടും ഉള്ള വെല്ലുവിളിയാണ് ഇവിടുത്തെ തളിക്കുളത്തെ ആരോഗ്യ വിഭാഗം നടത്തുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അവിടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മഴക്കാലഘട്ടത്തിൽ പകർച്ചവ്യാധികൾ പടരുന്ന കാലഘട്ടത്തിൽ, മഞ്ഞപ്പിത്തവും മലേറിയ പോലെയുള്ള അസുഖങ്ങൾ പടരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഈ ആദ്യമേ ഹെൽത്ത് സെൻ്ററിൻ്റെ ഉള്ളിലെ കിയോസ്കുകളിൽ നിന്ന് ലഭ്യമാണ്. കഴിഞ്ഞ 3 ദിവസമായി വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതിലൂടെ നൂറുകണക്കിന് ജനങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ ആവശ്യമാണ് മുട്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാധാരണക്കാരൻ ചികിത്സ തേടി വരുന്ന ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ തുടർ നടപടികൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി മൂലം അവിടെ വയ്ക്കുന്ന പല കാര്യങ്ങളും അവിടെ നടത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾ ഈ സമര പ്രഖ്യാപനം നടത്തി ഈ സമരമായി നടന്നു. ഈ സമയം പോലും KSEBയിൽ ഇതിൻ്റെ ബില്ല് അടച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയവർക്ക് CPM പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിൽക്കുന്നുവെന്ന് DCC ജനറൽ സെക്രട്ടറി K. ദിലീപ് കുമാർ ആരോപിച്ചു. നാട്ടിക 11-ാം വാർഡിലെ തൊഴിലുറപ്പ് മാറ്റിനെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഈ സമീപകാലത്തെ ദിവസങ്ങളിലെ കാര്യങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഏറ്റവും അടുത്ത ഉദാഹരണമൊന്ന് നമ്മളൊന്ന് പറയാൻ ശ്രമിച്ചാൽ, ഇവിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളി മാറ്റ്, ആ മാറ്റിനെ ആ വാർഡിലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വനിതയായ വയോധികയായ പട്ടികജാതിക്കാരിയായ മാറ്റിനെ ആ വനിതാ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അസഭ്യം പറയുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, കാറിൽ ബലമായി കടത്തിക്കൊണ്ടു പോവുകയാണ്. പട്ടിണിയില്ലാതിരിക്കാൻ, കുടുംബം നേരാവണ്ണം കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് പലരും തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിക്കുന്നത്. അങ്ങനെ തൊഴിലിന് വരുന്ന ആ തൊഴിലാളിയുടെ തൊഴിലിടത്തെ നീതിയും അവകാശവും ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിഷേധിക്കുകയാണ്, അതല്ലെങ്കിൽ അവരെ അടച്ച് ആക്ഷേപിക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, PK നന്ദനൻ, TV ഷൈൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, മധു അന്തിക്കാട്ട്, KV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്,
കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ്. കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ. PSC കോച്ചിംഗ്. ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്. കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. തിരികെ വാർത്തകളിലേക്ക്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടന്റെ ഈ മാസത്തെ ഓണറേറിയം ഗുരുതര അസുഖം ബാധിച്ച ആലുങ്ങൽ സത്യയ്ക്ക് നൽകി. എടശ്ശേരി ബീച്ചിൽ താമസിക്കുന്ന ആലുങ്ങൽ സത്യയ്ക്ക് വീട്ടിലെത്തിയാണ് ബഗീഷ് പൂരാടൻ തുക കൈമാറിയത്. ചടങ്ങിൽ BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ആലയിൽ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KR മോഹനൻ, മഹിളാ മോർച്ച നേതാവ് ഭഗിനി സുനിൽ എന്നിവർ പങ്കെടുത്തു. ഇതുൾപ്പെടെ 40 മാസത്തെ ഓണറേറിയം നിർധന രോഗികൾക്കും പാവപ്പെട്ടവർക്കുമാണ് ബഗീഷ് പൂരാടൻ നൽകിയത്. പതിവ് പോലെ എൻ്റെ ഈ മാസത്തെ ഓണറേറിയം തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് എടശ്ശേരി ബീച്ച് സ്വദേശി
ശ്രീ ആലുങ്ങൽ സത്യേജിക്കാണ് കൊടുക്കുന്നത്. നിരവധി അസുഖങ്ങൾ ബാധിച്ച് ചികിത്സാ സംബന്ധമായി വളരെയധികം പ്രയാസം നേരിടുന്ന സത്യേജിക്ക് എൻ്റെ ഈ ഒരു ഓണറേറിയം മാത്രമല്ല, നമ്മളാൽ കഴിയുന്ന സഹായം എല്ലാവരും ചെയ്ത് അവരുടെ ചികിത്സ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾക്കൊരു അറുതി വരുത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഖത്തറിലെ വാടാനപ്പള്ളി നിവാസികളുടെ കൂട്ടായ്മ വാടാനപ്പള്ളി പ്രവാസി സെക്യുലർ അസോസിയേഷൻ വാബ്സ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദന സംഗമം സംഘടിപ്പിച്ചു. വാബ്സ ജനറൽ സെക്രട്ടറി ജലാൽ ഐനിക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമം തളിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാബ്സ വൈസ് പ്രസിഡന്റ് ഷെഫീർ ആമുഖ പ്രസംഗം നടത്തി. വാടാനപ്പള്ളി പഞ്ചായത്ത് മെമ്പർ AT ഷബീർ അലി, കമല നെഹ്റു സ്കൂൾ പ്രധാനാധ്യാപിക ശൈല ടീച്ചർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, DCC സെക്രട്ടറി CM നൌഷാദ്, പ്രവാസിയും സാംസ്കാരിക പ്രവർത്തകനുമായ PM ഖാലിദ് എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, ദീപൻ മാസ്റ്റർ, ജാഫർ മാസ്റ്റർ, KV സിജിത്ത് തുടങ്ങിയവർ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ നൽകി. വാബ്സ ജോയിന്റ് സെക്രട്ടറി സനീഷ്, അംഗങ്ങളായ അർഷാദ്, നജീബ്, അഷ്റഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അത്തരത്തിലുള്ള ജാതി സംഘടന മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ സംഘടനയല്ല. ഇവിടെ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള സുരേഷ് മാധവനെ പോലെയുള്ള ആളുകൾ, അവരുടെ ലക്ഷ്യം എല്ലാ സഹോദരങ്ങളും ഒരുപോലെയാണ്. അതിനെ അടിത്തറക്കിയത് മാധവ മാഷ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗം എന്ന് നമുക്ക് പറയാൻ പറ്റും. രാഷ്ട്രീയത്തിൽ മാധവ മാഷ് എന്റെ എതിർപക്ഷത്താണെങ്കിൽ പോലും ഒരു മകനോടുള്ള സ്നേഹം പോലെ എപ്പോഴും കൈപിടിച്ചും വിശേഷങ്ങൾ ചോദിച്ചും എന്റെ പിതാവായിട്ടുള്ള ബന്ധം ഒക്കെ നിലനിർത്തിക്കൊള്ളുന്ന വ്യക്തിയാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ ഈ മോശം കാലാവസ്ഥ, ഈ മോശം അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ ഇളം തലമുറയ്ക്ക് വഴികാട്ടികളായിട്ടുള്ള സംഘടന മാറുകയാണ്. ചന്ദ്രപിന്നി SN വിദ്യാഭവൻ സ്കൂൾ പാർലമെന്റ് അധികാരമേറ്റു. ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള ഭരണ സംവിധാനം പരിചയപ്പെടുക എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് സ്കൂൾ കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. സ്കൂൾ ഹെഡ് ബോയ് തേജോ വൃഷ്, ഹെഡ് ഗേൾ ജനീന ജലീൽ, ജനറൽ ക്യാപ്റ്റൻ ഉദിത്, കൾച്ചറൽ ക്യാപ്റ്റൻ സന PM, സ്റ്റുഡന്റ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഗൗരി നന്ദ P സുരേഷ്, അസിസ്റ്റന്റ് ക്യാപ്റ്റന്മാർ, വിവിധ ഹൗസ് ക്യാപ്റ്റന്മാർ, അസിസ്റ്റ് ഹൗസ് ക്യാപ്റ്റന്മാർ എന്നിവർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. ചടങ്ങിൽ SNENC ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് അധ്യക്ഷനായി. പൂർവ്വ വിദ്യാർത്ഥി ലഫ്റ്റനന്റ് കമാൻഡർ ഘനശ്യാം K ദിലീപ് മുഖ്യാതിഥിയായി. പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, ഹൈസ്കൂൾ വിഭാഗം HM NK സുലജ, MS പ്രദീപ്, വിജയരാഘവൻ, സുദീപ് കുമാർ, സന്ധ്യ പ്രജോദ്, LP മിനി, ലിനിയ എന്നിവർ നേതൃത്വം നൽകി. And I am filled with gratitude for this opportunity to stand before you all. This school has been the foundation of my journey, instilling in me values, discipline, and a thirst for knowledge that have been pivotal in my career in the armed forces. Today, as we gather to recognize and invest the new leaders, I am reminded of the significant role that leadership plays in our lives, no matter the path we choose. To the newly elected student council members, I extend my heartfelt congratulations. This moment marks the beginning of a significant chapter of your lives. Leadership is not merely a position. വലപ്പാട് പഞ്ചായത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംസ്ഥാന കൃഷി വകുപ്പും കുടുംബശ്രീയും സർവീസ് സഹകരണ ബാങ്കുകളും വ്യാപാരി വ്യവസായ ഏകോപന സമിതികളും സംയുക്തമായാണ് ഞാറ്റുവേല ചന്ത നടത്തുന്നത്. ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിധ ആഷിഖ് അധ്യക്ഷയായി. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മല്ലിക ദേവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രില്ല സുധി, ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ KA വിജയൻ, BK മണിലാർ, EP അജയ് ഗോഡ്, CG സുരേഷ്, രശ്മി ഷിജോ, അനിത ത്രിദീപ് കുമാർ, മണി ഉണ്ണികൃഷ്ണൻ, അശ്വതി മേനോൻ, അനിത കാർത്തികേയൻ, ഷൈൻ നെടിയിരിപ്പിൽ, CDS ചെയർപേഴ്സൺ സുനിത ബാബു, കൃഷി ഓഫീസർ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. 10 വാർഡുകൾ അടങ്ങുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയോട് അനുബന്ധിച്ച് നടത്തി.
കാർഷിക കേന്ദ്ര സ്റ്റാളുകൾ, കുടുംബശ്രീ സ്റ്റാളുകൾ, കലാപരിപാടികൾ, കാർഷിക ക്ലിനിക്കുകളും ഇതിനോടനുബന്ധിച്ചുണ്ടാകും. നമ്മൾ ഇതിനു മുമ്പ് ഞാറ്റുവേല ചന്തയുമായി ബന്ധപ്പെട്ടതിനേക്കാൾ കൂടുതൽ ദിവസമാണ് നമ്മുടെ ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകാറ്. അതിൻ്റെ മുമ്പും അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അധ്യക്ഷൻ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. അതുള്ളതുകൊണ്ട് ഓണം പോലെ പോകണം എന്നാണ് പലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഗ്രഹം എന്നുള്ളതുകൊണ്ട് 2 ദിവസമായി നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടന കർമ്മമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങൾക്ക് വ്യത്യസ്തമായി ഇന്നത്തെ സമയം നമ്മുടെ എല്ലാ രംഗത്തും വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നടന്നു കഴിഞ്ഞ സമയമാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനങ്ങളിൽ അതുപോലെ തന്നെ മറ്റു വികസനങ്ങളിലൊക്കെ പങ്കാളിയാകാൻ ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ മംഗളദിനോപഹാരം പദ്ധതിയിലേക്ക് ധനസഹായം നൽകി. എടശ്ശേരി കോഴിപ്പറമ്പിൽ അശോകന്റെ മകന്റെ വിവാഹത്തിനോടനുബന്ധിച്ചാണ് ധനസഹായം നൽകിയത്. ആക്ട്സ് ബ്രാഞ്ച് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു തുക ഏറ്റുവാങ്ങി. സെക്രട്ടറി സന്തോഷ് മാടക്കായി, ട്രഷറർ വി ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രതിനിധി എം കെ ബഷീർ, വൈസ് പ്രസിഡന്റ് കെ ആർ വാസൻ, ഭാരവാഹികളായ വാസൻ ആന്തുപറമ്പിൽ, പി മാധവ് മേനോൻ, ടി ജി രാജേഷ്, അഭയ് തൃപ്രയാർ, എം എസ് സജീഷ്, രഹ്ന ബിനീഷ്, സുവിത് കുന്ധര, എൻ സി ഡേവിസ്, മാനേജർ ഡേവിസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വാണിജ്യം. ഏഴു വർഷമായി ഫയർ പ്രൊട്ടക്ഷൻ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന വിൻ പവർ ടെക്നിക്കൽ സർവീസസ് മുട്ടിച്ചൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമാണ്. ഇവിടെ ഒന്നില്ല ഇങ്ങനത്തെ കട. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ എന്ന് എല്ലാവരുടെ ആശംസകളും വരുന്നതോടൊപ്പം എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഇതിൻ്റെ മുന്നോട്ടുള്ള വളരെ നല്ല രീതിയിൽ തന്നെ വളരെ മുന്നോട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജനപ്രതിനിധികളായ ഷെഫീർ അബ്ദുൽ ഖാദർ, ഇ എ അബ്ദുൽ ജലീൽ, ശാന്ത സോളമൻ, വിൻ പവർ ടെക്നിക്കൽ സർവീസസ് സിഇഒ ഇ കെ പ്രദീപ് കുമാർ, തൃശൂർ റീജിയൻ മാനേജർ ഇ എ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. സ്റ്റാർട്ട് ചെയ്തിട്ട് 2017 ജനുവരി മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത് എടയൂർ പഞ്ചായത്തിലാണ്. ഇത് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻസ്റ്റലേഷൻ, പിന്നെ അതുപോലെ ഫയർ NOC ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകൾ, പിന്നെ ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിംഗ് വർക്കുകൾ, പിന്നെ അതുപോലെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ പാനൽസ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ ബ്രാഞ്ചാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ മുട്ടിച്ചൂർ ഉദ്ഘാടനം ചെയ്തത്. ഇത്രയാണ് ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്. മലപ്പുറം വളാഞ്ചേരിയിൽ 2017 പ്രവർത്തനമാരംഭിച്ച വിൻ പവർ ടെക്നിക്കൽ സർവീസസ് അവരുടെ ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായാണ് തളിക്കുളത്തിനടുത്ത് മുട്ടിച്ചൂരിലേക്കും സേവനം വ്യാപിപ്പിക്കുന്നത്. കെട്ടിടങ്ങൾക്കാവശ്യമായ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്ത കേരള ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൽ നിന്ന് ആവശ്യമായ അനുമതിയെടുത്ത് നൽകുക, നിലവിലുള്ള ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം മെയിൻ്റെനൻസ് ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുക, ഫയർ എക്സ്റ്റിങ്ക്വിഷർ സെയിൽസ് ആൻഡ് റീഫില്ലിംഗ് സർവീസസ്,
ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ പ്രൊജക്റ്റുകൾ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള അപ്രൂവലുകൾ, വാട്ടർ ടാങ്ക് ഓട്ടോമാറ്റിക് ലെവൽ കൺട്രോളറുകൾ ഇൻസ്റ്റലേഷൻ എന്നീ സേവനങ്ങളാണ് വിൻപവർ ടെക്നിക്കൽ സർവീസസ് നൽകി വരുന്നത്. ഫയർ പ്രൊട്ടക്ഷൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രിഫിക്കേഷൻ രംഗത്ത് സേവനം ആവശ്യമുള്ളവർക്ക് സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ്. മൊബൈൽ നമ്പർ 9747520529 അല്ലെങ്കിൽ 7034520529. സുഹൃത്തിന്റെ നേതൃത്വത്തിലാണ് സംരംഭം തുടങ്ങുന്നത്. എന്തായാലും ഒരു വൻ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ഏതൊരു വ്യക്തിയും സംരംഭം ആരംഭിക്കുക. അത് നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മളുടെ നാട്ടുകാരുടെയും നമ്മുടെയും സപ്പോർട്ട് തന്നെയാണ് അവർക്ക് കൂടുതൽ വേണ്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളക്കെട്ടിൽ കുടുങ്ങി പുറത്തിറങ്ങാനാകാതെ നാട്ടികയിൽ 30ഓളം വീട്ടുകാർ ദുരിതത്തിൽ. അന്തിക്കാട് പുത്തൻകോവിലകം റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. തളിക്കുളത്ത് കേബിൾ ശൃംഖലയുടെ ജംഗ്ഷൻ ബോക്സ് സാമൂഹ്യ വിരുദ്ധർ തല്ലി തകർത്തു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.